ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ ട്രെയിലർ നാളെ റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണല്ലോ. എവിടെ സിനിമയുടെ ട്രെയിലർ റിലീസ് ആകും? ട്രെയിലർ ലോഞ്ച് നാളെ മുംബൈയിൽ നടക്കുന്നുണ്ടല്ലോ. ആ ലോഞ്ച് ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കുമോ? അതോടൊപ്പം തന്നെ എമ്പുരാന്റെ OTT ബിസിനസ് ഉൾപ്പെടെയുള്ള മറ്റ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ട്രെയിലർ എല്ലാം തന്നെ സാധാരണ ഒരു സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് വിൽക്കപ്പെടുന്ന ഒരു ചാനലിലൂടെ ആയിരിക്കുമല്ലോ റിലീസ് ചെയ്യാറുള്ളത്. എന്നാൽ എമ്പുരാന്റെ ഓഡിയോ റൈറ്റ്സ് ഇനിയും ആർക്കും വിറ്റിട്ടില്ല എന്നാണ് അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ട്രെയിലർ ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് നാളെ ഉച്ചയ്ക്ക് 1:08 റിലീസ് പ്രതീക്ഷിക്കുന്നത്. ലൂസിഫറിൽ ഇതുപോലെ സിനിമയിലും ഒരുപാട് ഗാനങ്ങളുണ്ട്. ലൂസിഫറിന്റെ ഓഡിയോ എല്ലാം തന്നെ ഗുഡ്വില്ലിനായിരുന്നു വിറ്റത്. ഇപ്പോഴത്തെ ഇന്നലെ ജോബി ജോർജ് അറിയിച്ചത് പ്രകാരം എമ്പുരാനിലെ ഒരു ഗാനം അദ്ദേഹത്തിന്റെ ചാനലിലൂടെ പ്രദർശിപ്പിക്കുമെന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ആ ഗാനം ഒരുപക്ഷെ ട്രെയിലർ റിലീസിന് ശേഷം സിനിമയുടെ തിയേറ്റർ റിലീസിന് മുന്നേ പ്രതീക്ഷിക്കാം. ഇനി എമ്പുരാന്റെ ട്രെയിലർ ലോഞ്ചുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ എമ്പുരാന്റെ ടീസർ ലോഞ്ച് ചെയ്തപ്പോൾ അന്ന് ലൈവായിട്ട് ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലൂടെയും ലൈക്കയുടെ യൂട്യൂബ് ചാനലിലൂടെയും പ്രദർശിപ്പിച്ചതാണ്. എന്നാൽ ലൈവിന് പിന്നിലെല്ലാം തന്നെ പ്രവർത്തിച്ചത് ലൈക്കയുടെ അണിയറ പ്രവർത്തകരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശീർവാദ സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലെ ലൈവ് ഇവന്റ് ഉണ്ടാകുമോ എന്ന് നാം കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതേസമയം നോർത്തിലെ പല മാധ്യമങ്ങളിൽ എന്തായാലും ലൈവ് വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നേരത്തെ ബറോസിന്റെ ലോഞ്ച് എല്ലാം തന്നെ അവിടെ വെച്ച് നടന്നപ്പോൾ അതിന്റെ ലൈവ് നാം യൂട്യൂബിലെല്ലാം തന്നെ കണ്ടതാണ്. അപ്പോൾ നോർത്ത് മീഡിയാസിന്റെ ചാനലിലൂടെ എമ്പുരാന്റെ ട്രെയിലർ ലോഞ്ച് ഇവന്റ് നമുക്ക് ലൈവായിട്ട് കാണാം. ഇതിനിടയിൽ എമ്പുരാന്റെ OTT അവകാശങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ എമ്പുരാന്റെ ഓവർസീസ് റൈറ്റ്സ് മാത്രമേ നിലവിൽ റെക്കോർഡ് തുകയ്ക്ക് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളൂ. മറ്റ് OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ ഇനിയും പൂർണ്ണമായിട്ടും ഒരു OTT പ്ലാറ്റ്ഫോമിന് അതല്ലെങ്കിൽ ടെലിവിഷൻ ചാനലിന് കൊടുത്തു എന്നതിന്റെ അപ്ഡേറ്റ് ഒന്നും തന്നെ വന്നിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നിലവിൽ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് നല്ലൊരു OTT തുക, റെക്കോർഡ് തുക തന്നെയാണ് OTTയിൽ നിന്നും വന്നിരിക്കുന്നത്. എന്നാൽ ആ തുകയേക്കാൾ കൂടുതൽ കിട്ടാനായിട്ട് സിനിമയ്ക്ക് അർഹത ഉണ്ട് എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തിയേറ്റർ റിലീസിന് ശേഷമായിരിക്കും സിനിമയുടെ OTT സാറ്റലൈറ്റ് വിൽപ്പന പൂർണ്ണമായിട്ടും നടക്കുക. 50 കോടി രൂപയ്ക്ക് മുകളിലെല്ലാം തന്നെ OTT ഓഫർ വന്നതായിട്ട് നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നതാണ്. എന്തായാലും അത് ശരിവയ്ക്കുന്ന റൂമേഴ്സ് തന്നെയാണ് ഏറ്റവും പുതുതായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് എമ്പുരാൻ OTT എടുക്കാനായിട്ട് ആരുമില്ലേ, എമ്പുരാന് ഡിമാൻഡില്ലേ എന്നൊക്കെ പറഞ്ഞ് വിമർശകർ വരല്ലേ എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. എന്തായാലും ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എമ്പുരാന്റെ തരംഗമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോക്സ് ഓഫീസ് കളക്ഷൻ തീ പാറിക്കുന്ന ലെവൽ രീതിയിലാണ് സിനിമയുടെ കാര്യങ്ങളെല്ലാം തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കൂ എമ്പുരാന്റെ നാളെ വരാനിരിക്കുന്ന ട്രെയിലർ കാണുവാനായിട്ട്. നാളെ വരാനിരിക്കുന്ന അടുത്ത മുമ്പൻ അപ്ഡേറ്റുകൾ കേട്ട്